എല്ലാ മലയാളികൾക്കും, ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിറവാർന്ന ഒരു ഓണാശംസ നേർന്നു കൊള്ളട്ടെ. ഇത് 2020 നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത വർഷമായിട്ട് പറയാം. എല്ലാവർക്കും കഷ്ടതയും ദുരിതവും മാത്രം വാരിപ്പൊരിച്ചൊരിഞ്ഞ വർഷം അല്ലേ. നമ്മൾക്ക് കുറച്ച് പേർക്കെന്നല്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങളിലും കഷ്ടതകൾ കൊടുത്ത ഒരു വർഷമാണ്. എല്ലാ വർഷവും നമുക്ക് കഷ്ടതകളൊക്കെ തരും, പക്ഷേ ഇത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പേമാരി വന്നത് ഈ ഒരു വർഷമാണ്. നമ്മുടെ കണ്ണിൽ പോലും നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വൈറസ് മൂലം നമ്മൾ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്നും അനുഭവിക്കുന്നു. നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകാനും എടുക്കാനൊന്നും പറ്റാതെ ഒരുപാട് അവസ്ഥപ്പെടുന്നൊരു വർഷമാണിത്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകതയൊന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ തുടക്കമിട്ടത്. ഈ ഒരു തിരുവോണ നാളിൽ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് മലയാളികൾ പല രാജ്യങ്ങളിലും ഈ അവരുടെ ജീവിതം മുന്നോട്ട് ഓടിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ജോലിക്ക് പോയി തുടങ്ങിയ കാലം മുതൽ ഞാൻ 17 വയസ്സിൽ ജോലിക്ക് പോയി തുടങ്ങിയ ഒരാളാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ആ ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞങ്ങൾ മെക്കായ് ക്ലോത്തിങ് എന്നൊരു എക്സ്പോർട്ടിങ് കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയെ ബേസ് ചെയ്തിട്ട് ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ആ ഒരു വർഷം എനിക്ക് ഓണം ഉണ്ണാനും നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാനും കഴിഞ്ഞ ഒരാളാണ്. നമ്മുടെ കുടുംബമായിട്ടിരുന്ന് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും സുഹൃത്തുക്കൾ കൂടെ നമ്മുടെ കുടുംബത്തെ കണ്ട് അങ്ങനെ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് ആ ഒരു വർഷമാണ് കേട്ടോ. പക്ഷേ കുടുംബത്തിൽ എനിക്ക് അങ്ങനെ അത്രയും സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനൊരു സന്തോഷം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് കല്യാണം, അത് കഴിഞ്ഞിട്ട് തമിഴ് ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഓണാഘോഷങ്ങളില്ലായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നുള്ള ഒരു കുടുംബം അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രാരാബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജീവിതത്തിൽ. അങ്ങനെ അവിടെ പിന്നെ സാഹചര്യം കുട്ടികൾ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത്. പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്, തിരുവോണം ആകുമ്പോൾ നമ്മുടെ റൂമിൽ എല്ലാം ഫിലിപ്പീൻസൊക്കെ ആയിരുന്നു ആ സമയത്ത്. ആദ്യം ഞാൻ പ്രവാസ ലോകത്ത് ഞാൻ ഖത്തറിലിരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഫിലിപ്പീൻസൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ റൂമിൽ നമ്മളങ്ങനെ ഓണാഘോഷ പരിപാടികളൊന്നുമില്ല. അത് കാരണം തന്നെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ഓടിപ്പിടിച്ചുള്ള പോക്ക്, ഒരു ഊണ് കിട്ടാൻ വേണ്ടിയുള്ള വെപ്രാളം, അങ്ങനത്തെ ഒരു അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രവാസം എന്താണെന്നും ആരും ഓണാഘോഷം എങ്ങനെയാണ് അവർ ആഘോഷിക്കുന്നത്. നമ്മൾ നാട്ടിലെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പ്രവാസ ലോകത്തെ ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കല്ല. ഒരിക്കലും തെറ്റായ ധാരണയാണ് കേട്ടോ. ജീവിക്കുന്നില്ല എന്ന് പറയുന്നില്ല, ജീവിക്കുന്നവർ കാണാം. പക്ഷെങ്കിൽ 98% കഷ്ടപ്പാടിൽ കൂടെ മാത്രം പോകുന്നവരാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞതാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എൻ്റെ കാഴ്ചപ്പാടാണിത്. മറ്റുള്ളവരെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുകയല്ലോ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പലരെയും ചുറ്റുവട്ടത്ത് കാണുന്നതെല്ലാം അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കും, കുളിച്ച് റെഡിയാകും, അമ്പലത്തിൽ പോകും, തിരിച്ചു വരും, കാപ്പി കുടിക്കും, ടിഫിൻ കഴിക്കും, പിന്നെയും ഉച്ചയ്ക്കത്തുള്ള നമ്മുടെ അയലൊക്കത്തുള്ള ആഘോഷങ്ങൾ അല്ലേ, നമ്മുടെ ഏരിയയിലുള്ള ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും, ആഹാരം കഴിക്കും, 4 മണിക്ക് കാപ്പി, അതിനൊരു ചെറുകടി, പിന്നെ രാത്രിയിലെ ഫുഡ്, പിന്നെ പുറത്തുള്ള ആഘോഷ പരിപാടികൾ, ഇതൊക്കെയായിട്ട് അടിച്ചു പൊളിക്കുകയാണ് നാട്ടിൽ നമ്മൾ, ശരിയല്ലേ. കൂലിപ്പണിക്കാരനാണെങ്കിലും അവൻ്റെ വീട്ടിലും ഒരു ആഘോഷം കാണും. പക്ഷേ വെളിനാട്ടിൽ കിടക്കുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്കൊന്നും ആഘോഷങ്ങൾ അതൊരു സൈഡിൽ അങ്ങനെ നടക്കും. നമ്മൾ മനസ്സുകൊണ്ട് ആഘോഷിക്കും. മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കണ്ടാഘോഷിക്കാനാണ് നമ്മൾക്ക് വിധിച്ചേക്കുന്നത്. അങ്ങനെയുള്ളവരെ ഒരുപാട് നോവിക്കാതിരിക്കുക. ഈ നമ്മൾ കണ്ണിൽ കാണുന്നതെല്ലാം ആണ് ശരി എന്നൊരിക്കലും കാണരുത്. അതല്ല, എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞുള്ള ഒരു ചുറ്റുപാടുണ്ട്. നമ്മളത് പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ഒരുപാട് നെഗറ്റീവുകൾ കണ്ടുപിടിക്കുന്നതിൽ കൂടുതൽ അവരിലുള്ള പോസിറ്റീവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ ഇന്നൊരു
ചെറിയൊരു ഇത് കേട്ടു. ഒരാളുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവാസി അവൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കേസ് ഒരാൾ പറഞ്ഞറിയാണ്. അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ആ വൈഫ് പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ 15 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ടൊന്നും പുറത്തിറങ്ങണ്ട, ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി കുട്ടികളെ കാണാൻ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം, എൻ്റെ കുട്ടികൾക്ക് കൊറോണ വരുമെന്ന്. ഓക്കെ, അങ്ങനെ പറയുന്ന ഒരു ഭാര്യ. ചിലയിടങ്ങളിൽ ഇക്ക നിങ്ങളൊന്ന് എത്തിയാൽ മതി, അല്ല ചേട്ടാ നിങ്ങളൊന്ന് എത്തിയാൽ മതി, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഭാര്യമാർ അതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. ചില ഉമ്മമാർ നീ വന്നു കഴിഞ്ഞാൽ, അല്ലെ ചില അമ്മമാർ നീ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് മോനെ, നീ അത് കാരണം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. വന്നോളൂ മോനെ, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം, നീ അവിടെ കിടക്കണ്ട എന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. അങ്ങനെ പല ജാതി, പല മതം, അതേപോലെ പല സ്വഭാവക്കാർ, അങ്ങനെ എല്ലാമുള്ള നമ്മുടെ മനുഷ്യഗണത്തിൽ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി പോവുക. മനുഷ്യനൊരിക്കലും എല്ലാവരും നല്ലവരാവണമെന്നില്ല, എല്ലാവരും മോശമാവണമെന്നില്ല. എല്ലാ മനുഷ്യരിലും നല്ല ഗുണങ്ങളും മോശ ഗുണങ്ങളും ഉണ്ട്. ഈ പറയുന്ന എനിക്കും നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങൾ കാണും. അതിൽ നല്ലത് മാത്രം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൽ നല്ലത് മാത്രം നടക്കാൻ കാര്യമുണ്ടാവും. ഓക്കെ, ചീത്ത ഗുണങ്ങൾ മനസ്സിലാക്കി പോവുക. അതിനെ പറയേണ്ട കാര്യമില്ല. ചീത്ത ഗുണങ്ങൾ അവരിലുണ്ടെങ്കിൽ അവരങ്ങനെ ഇരുന്നോട്ടെ, അതിനെ നിങ്ങൾ മനസ്സിലാക്കി അവരോട് ഇടപെടുക. ഇതൊക്കെ ഒരു അഡ്വൈസായിട്ടൊന്നും എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് പേര് അകമറിഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെന്നെപ്പറ്റി അങ്ങനെ പറയില്ല, അവരങ്ങനെ എന്നെപ്പറ്റി ഞാൻ ചെയ്യുന്ന എന്നെ എന്നും എന്നെ പൊന്നുപോലെ എന്നെ അല്ലെ ആ രീതിയിൽ കാണും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് വെച്ച് അവരെ വിശ്വസിക്കും. നാളേക്കൊരിക്കൽ അവർ നമ്മളെപ്പറ്റി അപവാദം പറയുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റണമെന്നില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു ഉത്സവത്തിന് ഞാൻ നാട്ടിൽ പോയി. ഒരു പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും പുറകിൽ നിന്ന് വന്ന ആ സ്കൂട്ടറിൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്കൂട്ടറിൽ ആ സമയത്ത് ഹെൽമെറ്റ് ഇല്ലാതെ ഒരു പയ്യനും, കൊച്ചു പയ്യനാണ്, ഒരു 20-21 വയസ്സുള്ള പയ്യനാണെന്ന് തോന്നുന്നു. അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അറിഞ്ഞ് ചെയ്തൊരു കാര്യമല്ല ഞാൻ. ഓക്കെ, പറ്റിപ്പോയി. അപ്പം അവനും നല്ല സ്പീഡിൽ വന്നതായതുകൊണ്ട് വണ്ടിയുടെ ബമ്പറിൽ വന്ന് ഇടിച്ചു, വണ്ടി നിന്നു. കാരണം അല്ല എങ്കിൽ നമ്മൾ വണ്ടി ചവിട്ടിയാൽ ഉടനെ പുറയുന്നൊരു വണ്ടി അത്ര അടുത്ത് വന്ന് ഇടിക്കുകയില്ല. സംഗതി നടന്നു. ഞങ്ങൾ ഉടനെ ഇറങ്ങി. ആ കുഞ്ഞുങ്ങളുടെ വായിലൂടെ ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ടപ്പോൾ പേടിച്ചു. ഞങ്ങളും അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. വെള്ളമൊക്കെ ഞങ്ങൾ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. എൻ്റെ അമ്മയുടെ സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്ത് നമ്മളവിടുന്ന് ഉത്സവത്തിൻ്റെ അതിലേക്ക് ഞങ്ങളുടെ നാട്ടിലെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് അവിടെ നാട്ടിലങ്ങനെ എനിക്ക് കേരളത്തിലെ വലിയ സംഭവങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ പോയിട്ടില്ല. കാരണം 17 വയസ്സിൽ നാട് വിട്ട് ചെന്നൈയിലേക്ക് എത്തിയത് കാരണം ചെന്നൈയിലാണ് എൻ്റെ ജീവിതമെല്ലാം. പിന്നെ നമ്മൾ പ്രവാസ ലോകമായതുകൊണ്ട് നമുക്ക് കൂടുതൽ കേരളമായിട്ട് ഇങ്ങനെ ഉത്സവത്തിന് വരുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ പയ്യനോട് സംസാരിച്ചു. ആ പയ്യൻ പറഞ്ഞു അവർ പേടിച്ചത് ഞാൻ പൈസ വല്ലതും ചോദിക്കുമ്പോൾ വണ്ടിക്ക് അത്രയും ഡാമേജ് എൻ്റെ വണ്ടിയിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് പേടിയായതുകൊണ്ടായിരിക്കും അവർ എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ പൈസയാവുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ അത് കാര്യമാക്കണ്ട, പോട്ടെ എന്ന് പറഞ്ഞു. ശരി, വണ്ടിയുടെ കാര്യമല്ലേ, നമുക്ക് റെഡിയാക്കാം എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്ത് ഞാൻ പോരുന്നു ഉത്സവപ്പറമ്പിലേക്ക്. ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ആ പയ്യനും പോയി. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ, ആ പയ്യൻ്റെ ജ്യേഷ്ഠൻ, നല്ല വെള്ളത്തിൽ വന്ന് നമ്മുടെ അപവാദം വന്ന് അത്ര മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആ പബ്ലിക്കിൽ നിന്ന് ആക്ഷേപിച്ചു. അപ്പോൾ മാനസികമായിട്ട് അത്രയും നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മളെ അപവാദം പറയുമ്പോൾ നമുക്ക് സങ്കടം വരുമല്ലോ. ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറഞ്ഞത് വെച്ച് ഞാനൊരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ ആ ഒരു പോലീസ് കംപ്ലയിൻറ്റിന് ശേഷം അയാൾ നമ്മൾക്കെതിരെ ചെയ്തതൊക്കെ ഒരുപാട് വലിയ സംഭവങ്ങളാണ്. കാരണം ഞാൻ ഒരു തമിഴാളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. നമ്മൾ ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഞാനിപ്പോൾ ജീവിക്കുന്ന ഒരു അറബ് കൺട്രിയിലാണ്.
ഇവിടെ നമ്മൾക്ക് സുഹൃത്തുക്കൾ കൂടുതലും വേറെ ആളുകളാണ്. അപ്പം ഒരിക്കലും നമ്മൾ ജാതിയും മതവും നോക്കിയിട്ടല്ല നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ആ പയ്യൻ അവിടെ ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് പിന്നീട് നാട്ടിൽ പോയിട്ട് അതിൻ്റെ പുറകെ കൂടാനോ അല്ലെ കേസിൻ്റെ വഴക്കിനും പോകാനോ ഒന്നും സമയം കിട്ടില്ല. ഞാൻ ആ ഒരു കാര്യം വിട്ട് കളഞ്ഞു. എങ്കിലും ഉള്ളുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്തിൽ അവൻ നന്നാവട്ടെ എന്ന് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ ആ ഒരു എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നൊന്നും നമുക്കറിയില്ല. മനുഷ്യനാണ് അല്ലേ? അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ എല്ലാവരെയും ചതിക്കണം അല്ലെങ്കിൽ ആ ഒരു ചതിയിലേക്ക് പെടുത്തണം എന്നുള്ള കുറേ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം അത്രയ്ക്കുള്ളൊരു ആ ഒരു രീതിക്കൊക്കെയാണ് അവരുടെയൊക്കെ ജീവിതം പോകുന്നത്. ഒരിക്കലും ഇല്ലാത്ത ഒരു കഥയെപ്പറ്റി പറഞ്ഞ് മറ്റുള്ളവരെ പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ അതൊക്കെ ഒരു വലിയ ദോഷമാണ്. ഓക്കെ, അതെനിക്ക് അങ്ങനെ തോന്നി പറയണമെന്ന്. കാരണം അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ പേടിക്കുന്നുണ്ട് ഇപ്പം. കാരണം എന്നോട് അന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു തന്നു, കുട്ടി ഇവിടെ വന്ന് നിങ്ങൾ വേറൊരു നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വന്ന ഒരാളാകുമ്പോൾ നിങ്ങളുടെ ID പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ചെന്നൈയുടേതാകുമ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളും മനുഷ്യരാണ്, ശരിയല്ലേ? ഞാനൊരു തമിഴനെ കല്യാണം കഴിച്ചതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും മലയാളി ഇല്ലാണ്ടാകുമോ? പക്ഷേ അവിടെ ഒരു മലയാളി എന്നുള്ളതിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്നുള്ളൊരിതിനോ ഒന്നും സ്ഥാനമില്ല. അവിടെ അവർ കണ്ടത് ജാതിക്കും അതേപോലെ ആ ലെവലിലൊക്കെയാണ് അവർ സംസാരിച്ചത്. ഫുൾ ആ പയ്യൻ്റെ സൈഡിൽ സപ്പോർട്ട്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർ ചതിക്കും, അത് തീർത്തും പറയുന്നു. അതിനുവേണ്ടി അവരൊരു എങ്ങനെയാണ് പറയുന്നത്, ഒരു ഫേക്കായിട്ടുള്ള ഒരു ആളെ കൊണ്ടുവന്ന് നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആകെ ഞെട്ടിപ്പോയി. ഇപ്പം ഒരു കൊലപാതകം നടന്നാൽ ഓക്കെ, അത് കൊലപാതകം അല്ല എങ്കിൽ അത് കൊലപാതകമാക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾക്കിടയിലുള്ളത് എന്ന് വരെ അവരുണ്ടാക്കി പറഞ്ഞു. അപ്പോൾ എനിക്കതെല്ലാം കൂടെ കേട്ടപ്പോൾ നല്ല വിഷമമായി. ഞാൻ വിചാരിച്ചു ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ കേരളത്തിലൊരു വീടൊക്കെ വാങ്ങി സെറ്റിലാവണമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ ജീവിക്കാൻ കൊള്ളില്ല എന്ന് തോന്നിപ്പോയി. കാരണം നമ്മുടെ ചെന്നൈയിലൊക്കെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പരാതി പരിഭവങ്ങളൊന്നും അങ്ങനെ ഒരുപാടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. കേരളത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും പണിയില്ലാത്തതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരെ കുത്തി നോക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ദയവ് ചെയ്ത് നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണെങ്കിലും ഇല്ലാത്ത ഒരു കഥകൾ ക്രിയേറ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, ഉള്ളത് പറഞ്ഞു പോകൂ, എന്തിനു വെറുതെ, ശരിയല്ലേ?